ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശരിക്കും ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും അറിയണമെന്നുണ്ടാവും. കാരണം എല്ലാവരും റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെയാണ്. കുറച്ച് പേര് മാത്രമേ ഇപ്പോഴും സിംഗിളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ അവരാഗ്രഹിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് കൊണ്ടുപോകണം എന്നാവും എല്ലാ ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള, എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതായത് ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഞാനൊരു 4-5 കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് പ്രാവർത്തികമാക്കാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും എത്ര തിരക്കാണെന്നുണ്ടെങ്കിൽ പോലും സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സംസാരം, കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നിങ്ങളുടെ ബന്ധത്തിന്റെ ആഴവും കുറഞ്ഞു തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ കുറയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ സംസാരിക്കുമ്പോഴാണ് പരസ്പരം കൂടുതൽ മനസ്സിലാക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. ആ ഒരു ഇഷ്ടക്കൂടുതലാണ് രണ്ടുപേരെയും കൂടുതൽ അങ്ങോട്ട് അടുപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഡെയിലി നിങ്ങൾ കുറച്ച് സമയം സംസാരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് സമയമൊന്നും നമ്മൾ പറയുന്നില്ല, കുറച്ച് സമയം മതി, ഒരു 10 മിനിറ്റ് മതി. ആ 10 മിനിറ്റിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുക, സ്നേഹത്തോടെ സംസാരിക്കുക, അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ദൃഢത, അതായത് റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി ഒന്ന് രണ്ടുപേരെയും അടുപ്പിക്കുകയും അതിൻ്റെ ആ ഒരു സ്ട്രോങ് കുറച്ചുകൂടി കൂട്ടും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഡെയിലി നിങ്ങൾ സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിൽ എത്ര വഴക്കാണ് എന്നുണ്ടെങ്കിൽ പോലും പരസ്പരം അത് പറഞ്ഞ് സോൾവ് ആക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് സോൾവ് ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോകെ പോകെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിനോട് മടുപ്പ് തോന്നും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇപ്പോൾ ഒരു എന്തെങ്കിലും ചെറിയൊരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞ് സോൾവ് ആക്കില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ സംസാരിക്കില്ല എന്നുള്ളതാണ്. പലരും എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്നറിയോ, ഒരു വഴക്ക് കഴിഞ്ഞാൽ പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത്, നമുക്കിടയിൽ ഇനി അങ്ങനെ ഒരു കാര്യമേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തെ മുഴുവനായിട്ടും അങ്ങോട്ട് എഴുതി തള്ളും എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഒരിക്കലും അത് മറക്കാൻ പോകുന്നില്ല. അതിന്റെ യഥാർത്ഥ കാരണം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായീകരണം എന്താണെന്ന് മനസ്സിലാക്കാതെ അവരൊരിക്കലും അത് വിടില്ല എന്നുള്ളതാണ്. അവരുടെ ഉള്ളിൽ ആ സംഭവം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ അത് വലുതായി വരും. അവരിങ്ങനെ കുറെ കാര്യങ്ങൾ ചിന്തിച്ച് തുടങ്ങും, ഓവർ തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ശരിയായ കാരണം എന്താണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് രണ്ടുപേരും പറഞ്ഞ് ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ ആ വഴക്ക് സോൾവ് ആക്കാതെ മുന്നോട്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് അവരുടെ മനസ്സൊന്നും നിങ്ങളുടെ മനസ്സൊന്നും പോവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ വഷളാവാനാണ് സാധ്യതയുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇടയ്ക്കൊക്കെ രണ്ടുപേരും ഒന്ന് പരസ്പരം കാണാൻ, ഒരുമിച്ചിരിക്കാൻ, സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നേരിട്ട് കാണുക എന്നുള്ളതാണ്. ഇപ്പൊ പ്രണയിക്കുന്ന ആളുകളാണ്, ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡെയിലി നേരിട്ട് കാണാൻ പറ്റില്ല. പകരം ഇപ്പോൾ ഫോണിലൂടെ വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. പക്ഷേ നേരിട്ട് ഡയറക്റ്റായിട്ട് കാണാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയണമെന്നില്ല ദിവസവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ഇടയ്ക്കൊക്കെ, ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്ന ആ രീതിയിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പരസ്പരം കാണാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരുമിച്ചിരിക്കാനുള്ള സമയം കണ്ടെത്തുക. ആ ഒരു ഒരുമിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് നല്ല മെമ്മറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം, കുറച്ച് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം, അവരെ നിങ്ങൾക്ക് കൂടുതൽ ചിരിപ്പിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആ ഓർമ്മകൾ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞാലും വീട്ടിലെത്തി കഴിഞ്ഞാലും ഇനിയും അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയായിരിക്കും അവർ ശരിക്കും ചെയ്യണ്ടാവുക. മീൻസ് അവരുടെ മനസ്സിൽ അങ്ങനെ ആഗ്രഹങ്ങൾ വരുന്നുള്ളതാണ്. സോ അടുത്തത് എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട്, ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള സ്നേഹമൊക്കെ ഒരുപാട് കൂടുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് അവിടെ ചെയ്യണത്. അപ്പോൾ അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നിങ്ങൾ പരസ്പരം ഒരുമിച്ച്, അതായത് നേരിട്ട് ഒരുമിച്ച് കാണാനും ഇരിക്കാനും ഒക്കെയുള്ള
ഒരു സമയം സന്ദർഭവും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തുറന്നു പറച്ചിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കള്ളം പറയാതിരിക്കുക, ഉള്ളതുപോലെ തന്നെ നിങ്ങൾ പറയുക എന്നുള്ളതാണ്. പലർക്കും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾക്ക് സങ്കടമായാലോ, ഇനിയിപ്പോൾ അത് വിഷമമായി കഴിഞ്ഞാൽ പിന്നെ അത് റിലേഷൻഷിപ്പിൽ പ്രശ്നമായി വന്നാലോ, എനിക്കതൊരു കുറ്റമായിട്ട് വന്നാലെന്നൊക്കെ വിചാരിച്ചിട്ട് പല കാര്യങ്ങളും മറച്ചു വെക്കും. അതോടൊപ്പം തന്നെ കള്ളവും പറയുന്നുള്ളതാണ്. ഇത് വലിയൊരു തെറ്റാണ്. ഇത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രണ്ടുപേർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ, അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അത് അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾക്കത് അത്ര വലിയൊരു കാര്യമല്ലെങ്കിലും നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം മറച്ചു വെച്ചോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയൊരു ഭൂകമ്പമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവരോട് തുറന്നു പറയാം. നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെയെല്ലാം നിങ്ങൾക്ക് അവരോട് തുറന്നു പറയാന്നുള്ളതാണ്. ഒരുപാട് ഇങ്ങനെ ഹൈഡ് ചെയ്യുന്ന സ്വഭാവമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവരുത്. പരസ്പരം തുറന്നു പറയുമ്പോഴാണ് പരസ്പരം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അവിടെ സ്നേഹം കൂടുന്നത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ എന്ത് ഇമോഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പലപ്പോഴും ഉള്ള നമ്മുടെ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കുമായിരിക്കും, അവർക്കത് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പ്രകടിപ്പിക്കില്ല എന്നുള്ളതാണ്. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയാതെ തന്നെ ആൾക്കറിയാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശുദ്ധ മണ്ടത്തരാണ്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതേപോലെ പകർത്തിയെടുക്കാൻ, നമ്മൾ പറയാതെ പകർത്തിയെടുക്കാൻ അവർക്ക് ദിവ്യശക്തി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള മനുഷ്യരൊന്നുമില്ലല്ലോ, സാധാരണ മനുഷ്യന്മാരല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ എങ്ങനെ അവർക്ക് നമ്മൾ പറയാതെ അറിയാൻ പറ്റുക? അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ തുറന്നു പറഞ്ഞാലേ നമ്മുടെ മനസ്സിലുള്ളത് അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അവരൊരുപാട് കെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരോട് സ്നേഹമുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില സമയങ്ങളിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അവരോട് ഇഷ്ടമാണെന്നുള്ളത് തുറന്ന് പറയാറുണ്ടാവില്ല. വാക്കുകളിലൂടെ ഇഷ്ടം പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് നമുക്ക് അവരിഷ്ടമല്ല എന്നുള്ളൊരു കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സ് എന്താണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾ തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ചില കാര്യങ്ങളൊന്നും നമ്മൾ പറയാതെ അവരറിഞ്ഞു എന്ന് വരില്ല, അവർക്ക് അങ്ങനെ അറിയാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ തുറന്ന് എല്ലാ കാര്യങ്ങളും പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പങ്കാളിയെ എപ്പോഴും നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും അവരിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. പകരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ തന്നെ അവരെ അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഏതൊരു സിറ്റുവേഷനിലും അവരുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുള്ള സംശയമൊന്നും വേണ്ട. അപ്പൊ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ആ ഒരു പോയിന്റിൽ പെടാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് മുന്നോട്ട് പോകും. നമ്മളിപ്പോൾ പലപ്പോഴും നമുക്ക് വരുന്ന ഒരു തെറ്റിദ്ധാരണ എന്താണെന്നറിയോ, ഒരു നല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യണം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ ഒരു റിസ്ക് ഉള്ള കാര്യമാണെന്നുള്ളത്. ഒരിക്കലുമല്ല. പരസ്പരം മനസ്സിലാക്കി പെരുമാറിയാൽ തന്നെ ഒരു പരിധി വരെ ആ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും രണ്ടുപേരും ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആ ഒരു മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നല്ല രീതിയിൽ തന്നെ നടക്കണം, പരസ്പരം മനസ്സിലാക്കണം, ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം അറിയാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട, ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ റിസ്ക് ഒന്നും ഇല്ല, ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും റിലേഷൻഷിപ്പുകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.